Hello children, this is a brief explanation video. World in 20th century ഈ ചാപ്റ്ററിൽ ഏറ്റവും ബ്രീഫായിട്ടുള്ള ഫോക്കസ് ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ക്യാപിറ്റലിസം എന്താണ്, ആസ് വെൽ ആസ് വാട്ട് ഈസ് ഇമ്പീരിയലിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ക്യാപിറ്റലിസ്റ്റ് നമുക്ക് പരിചയമുള്ള വാക്കാണ് അല്ലേ, മുതലാളി എന്നർത്ഥം, റൈറ്റ്? സോ ഇൻ ക്യാപിറ്റലിസം the economic system in which production and distribution are controlled by the capitalist with the aim to increase profit. അതായത് ഒരു ഇക്കണോമിക് സിസ്റ്റമാണ്, അതിലെന്ത് ചെയ്യുന്നു, അതിനകത്ത് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഒരു ക്യാപിറ്റലിസ്റ്റാണ്. ക്യാപിറ്റലിസ്റ്റ് മീൻസ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ ആണ് ആ സമൂഹത്തിലത്തെ ആ ഇക്കണോമിക് സിസ്റ്റത്തിലത്തെ പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും തീരുമാനിക്കുന്നത്. ഓക്കെ, അവർക്ക് ലക്ഷ്യം സോഷ്യൽ വെൽഫെയർ ഒന്നുമല്ല, ദെയർ എയിം ഈസ് പ്രോഫിറ്റ്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് ക്യാപിറ്റലിസം. ഓക്കെ, സോ ക്യാപിറ്റലിസം ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ പുതിയ ഫാക്ടറീസ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ പ്രൊഡക്ഷൻ കൂടാനും കാരണമായി. Okay, so gradually production increased. What happened? They produced more than they could accommodate in their domestic market. അപ്പോൾ ഓരോ രാജ്യത്തും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു. സോ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് ഫോർ സെല്ലിങ് ദെയർ പ്രോഡക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് യൂറോപ്പിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളുമായി ട്രേഡ് റിലേഷൻ ആരംഭിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെ യൂറോപ്യൻ കൺട്രീസ് ദേ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏഷ്യ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. Okay, gradually they use their political powers and military forces. The European countries economically exploited these nations. Later, these countries became the colonies of European countries. Okay, ട്രേഡിന് വേണ്ടി വരികയും പിന്നീട് പൊളിറ്റിക്കൽ ഫോഴ്സും അതുപോലെ തന്നെ അവരുടെ ആർമിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ യൂറോപ്യന്മാരുടെ കോളനിയാക്കി മാറ്റുകയാണ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊളോണൈസേഷൻ അഥവാ കോളനിവൽക്കരണം. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ആ രാജ്യത്തെ കോളനിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊളോണൈസേഷൻ. എന്നാൽ ഈ സമയത്ത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. ഓക്കെ, ദർ വർ മെനി ട്രേഡ് യൂണിയൻസ് ഫോംഡ് ഇൻ യൂറോപ്പ്. ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാപിറ്റലിസ്റ്റും അതുപോലെ വർക്കേഴ്സും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സമരങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അജിറ്റേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻസിൻ്റെ അല്ലെങ്കിൽ ആ യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റിൻ്റെ പ്രോഫിറ്റ് കുറയുകയാണ്. ഓക്കെ, സ്ലോലി ദേ സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് ഔട്ട് സം അതർ വേ ഫോർ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയാണ് കോളനികളിൽ തന്നെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ വിട്ട് കോളനികളിൽ തന്നെ ഫാക്ടറീസ് ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫോഴ്സ് ദം ടു തിങ്ക് സോ? ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ ഈസ് ചീപ്പ് ലേബർ. അതായത് കമ്പാരിറ്റീവ്ലി തുച്ഛമായ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജോലിക്ക് ആളെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അല്ലേ, നമ്മുടെ നാട്ടിൽ നിന്നാണ് യൂറോപ്യന്മാർ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ആ റോ മെറ്റീരിയലാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് തിരിച്ച് കോളനികളിലേക്ക് എത്തിച്ച് സെൽ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമാണ് കോളനികൾ. ഓക്കെ, അത് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെയാണ് ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, ഇവിടെ തന്നെ അത് വളരെ തുച്ഛമായ ശമ്പളം കൊടുത്തുകൊണ്ട് വർക്കേഴ്സിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കോളനികളിൽ തന്നെ അത് പ്രോഡക്റ്റ് സെൽ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ ദേ ക്യാൻ ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കോളനികളിൽ യൂറോപ്യൻ കൺട്രീസ് ഫാക്ടറീസ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, അങ്ങനെ കോളനികളിലേക്ക് ഫാക്ടറീസ് ആരംഭിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്, ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ the distinctive phase of flow of financial capital to the colonies is known as imperialism. അതായത് പുതിയ പുതിയ ഫാക്ടറീസ് ആരംഭിക്കാനായിട്ട് കോളനികളിലേക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ഫ്ലോ ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇമ്പീരിയലിസം. ഈ ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്രാജ്യത്വം എന്ന് പറയും. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക, അതായത് എല്ലാ മേഖലയിലും സ്വാധീനം കൊണ്ടുവരുന്നൊരു
രീതിയാണ് ഇമ്പീരിയലിസം. ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ കൺട്രി. ഇതാണ് ഈ ഇമ്പീരിയലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഇമ്പീരിയലിസം എങ്ങനെയാണ് ഓരോ രാജ്യത്തെയും എഫക്റ്റ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഓർ ഹൗ ഡിഡ് ദ ഇമ്പീരിയലിസം എഫക്ട് ദ കോളനീസ്? ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് ഡിസ്ട്രോയിഡ്. ഓരോ നാട്ടിലും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തു വന്നിരുന്ന ഇക്കണോമിക് സിസ്റ്റം പൂർണ്ണമായിട്ട് മാറുന്നു. അവിടെ കൊളോണിയൽ പവേഴ്സ് അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസാണ് അവിടെ പുതിയ ഇക്കണോമിക് സിസ്റ്റം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യൽ സിസ്റ്റം were replaced. People in colonies were forced to cultivate cash crops instead of traditional food crops. അതായത് ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് ഈ യൂറോപ്യൻസ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ആവശ്യപ്പെടുന്ന ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേർക്ക് ജോലി നഷ്ടമാകും. സോ ദ റിസൾട്ട് ഈസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദ നാച്ചുറൽ റിസോഴ്സസ് വർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. Then indigenous arts, literature, language, culture and education system were destroyed. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ഇമ്പീരിയലിസം. എല്ലാ പോയിന്റും പഠിക്കേണ്ട, യു ക്യാൻ സ്റ്റഡി എനി 4 points. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് ഇമ്പീരിയലിസ്റ്റ് നാഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോളനീസും മാർക്കറ്റും കണ്ടെത്താനായിട്ട് യൂറോപ്യൻ കൺട്രീസ് പരസ്പരം കോമ്പീറ്റ് ചെയ്തു. ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് തമ്മിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്തു. ഈ കോമ്പറ്റീഷൻ പലപ്പോഴും ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നതാണ് ദ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് ഇമ്പീരിയലിസ്റ്റ് നാഷൻസ്. Okay, let's see the other reasons. The second reason is military alliances. Military alliance means സൈനിക സഖ്യങ്ങൾ അല്ലേ. യൂറോപ്യൻ കൺട്രീസ് അവർ പരസ്പരം ഈ കോളനികൾക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ അത് പലപ്പോഴും യുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ പരസ്പരം തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജയിക്കാനും വേണ്ടിയിട്ട് ഇവർ മറ്റു രാജ്യങ്ങളുമായിട്ട് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, മിലിറ്ററി അലയൻസ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട മിലിറ്ററി അലയൻസാണ്, ഒന്ന് ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റെയിൻഡ്. ഓക്കെ, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി, ഇങ്ങനെ 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ട്രിപ്പിൾ അലയൻസ്. ദെൻ ട്രിപ്പിൾ എൻറ്റെയിൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് വരെ ഓസ്ട്രിയ, ഹംഗറി ഒരു ഒറ്റ രാജ്യമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഓസ്ട്രിയ ആൻഡ് ഹംഗറി അങ്ങനെ 2 സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ട് മാറിയത്. ഓക്കെ, സോ ദ മെമ്പേഴ്സ് ഓഫ് ട്രിപ്പിൾ അലയൻസ് വർ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആൻഡ് ഇറ്റലി. ദ ട്രിപ്പിൾ എൻറ്റെയിൻഡ് ഇൻക്ലൂഡ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. മൂന്നാമത്തെ കാരണമാണ് അഗ്രസീവ് നാഷണാലിസം. അഗ്രസീവ് നാഷണാലിസം എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് ആണ്. അവനവൻ്റെ രാജ്യം എന്ത് ചെയ്താലും അത് ശരിയാണ്, അതിനെ ന്യായീകരിക്കാം. ഓക്കെ, അഗ്രസീവ് നാഷണാലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻ ആസ് സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ട് എവർ വിത്ത് ആക്ഷൻസ് ഓഫ് ദെയർ നേഷൻ. അതായത് സ്വന്തം രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുക. അതുപോലെ തന്നെ സ്വന്തം രാജ്യം അല്ലെങ്കിൽ അവനവൻ്റെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താലും അത് ന്യായീകരിക്കുക, അതാണ് ശരിയെന്ന് അംഗീകരിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് തിങ്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് അഗ്രസീവ് നാഷണാലിസം. ക്ലിയർ? അഗ്രസീവ് നാഷണാലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻ ആസ് ദ സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ട് എവർ ബി ദ ആക്ഷൻസ് ഓഫ് ദെയർ നേഷൻ. ഓക്കെ, സ്വന്തം രാജ്യത്തിൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുക, അത് ശരിയായാലും തെറ്റായാലും അതിന് അംഗീകരിക്കുക. അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ മാത്രം ഉൾക്കൊള്ളുക, മറ്റുള്ള രാജ്യങ്ങളെ ഇഗ്നോർ ചെയ്യുക. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് അഗ്രസീവ് നാഷണാലിസം. ഓക്കെ, ഈ അഗ്രസീവ് നാഷണാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അങ്ങനെ അഗ്രസീവ് നാഷണാലിസത്തിൻ്റെ ബേസിൽ ഫോം ചെയ്തിട്ടുള്ള 3 പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെ, പാൻ സ്ലാവ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ റഷ്യക്ക് പുറത്ത് താമസിക്കുന്ന സ്ലാവിക് പീപ്പിൾ, റഷ്യൻ കമ്മ്യൂണിറ്റിയാണ്, അവരുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, ജർമ്മൻകാരായ ആൾക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. മൂന്നാമത്തെ റിവെഞ്ച് മൂവ്മെൻറ്റ്, പ്രതികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട്
ഫ്രാൻസ് ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജർമ്മനിയോട് പ്രതികാരം ചെയ്യാനായിട്ട് ഫ്രാൻസ് ഫോം ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 മേജർ മൂവ്മെൻറ്റ്സ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് അഗ്രസീവ് നാഷണാലിസം. ഇനി നാലാമത്തെ കാരണമാണ് ഇംപീരിയലിസ്റ്റ് ക്രൈസിസ്. ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധം, അത് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ പരസ്പരം എതിർത്തുകൊണ്ടും ഉണ്ടാകുന്ന യുദ്ധങ്ങളും പലപ്പോഴും ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് എത്താനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ക്രൈസിസ് ആണ്. ഒന്ന് മൊറോക്കൻ ക്രൈസിസ്, സെക്കൻഡ് വൺ ബാൾക്കൻ ക്രൈസിസ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് മൊറോക്കൻ ക്രൈസിസ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി, ഒരു കരാർ ഒപ്പിടുകയാണ്. ആ കരാറ് പ്രകാരം ഫ്രാൻസിൻ്റെ ഒരു അവകാശവാദം, അതായത് മൊറോക്ക എന്ന റീജിയൻ ഫ്രാൻസിൻ്റെ കീഴിലാണ് എന്നുള്ള ഒരു ക്ലെയിമിനെ ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസ് മൊറോക്കോയുടെ അധികാരം ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ ഫ്രാൻസിൻ്റെ ഈ ഒരു നീക്കത്തെ എതിർത്തുകൊണ്ട് ജർമ്മനി മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മനി ബാറ്റിൽ ഷിപ്പിനെ അയക്കുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഫ്രാൻസ് മൊറോക്കോയ്ക്ക് പകരമായിട്ട് ഫ്രാൻസിൻ്റെ കീഴിലുള്ള ഫ്രഞ്ച് കോങ്കോ എന്ന റീജിയൻ ജർമ്മനിക്ക് കൈമാറുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇത് യുദ്ധം ഉണ്ടായില്ലെങ്കിലും യുദ്ധത്തിന് സമാനമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് അവിടെ കാരണമായിട്ടുണ്ട്. സോ ദിസ് ഈസ് മൊറോക്കൻ ക്രൈസിസ്. അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കല്ല. വർഷം 1904 ദ ട്രീറ്റി സൈൻ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ഫോർ റെക്കഗ്നൈസിങ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. ഇനി അടുത്ത പ്രോബ്ലമാണ് ബാൾക്കൻ ക്രൈസിസ്. ഓക്കെ, ബാൾക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സീയോടും എഗെയിൻ സീയോടും ചേർന്ന് കിടക്കുന്ന റീജിയനാണ് ബാൾക്കൻ. ഓക്കെ, ആൻഡ് വിച്ച് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഓട്ടോമൻ എംപയർ. തുർക്കിയിലത്തെ ഓട്ടോമൻ ഡൈനാസ്റ്റിയാണ് ആ റീജിയൻ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ആ ഓട്ടോമൻ ഡൈനാസ്റ്റിയെ തോൽപ്പിക്കാനും ബാൾക്കൻ റീജിയൻ തിരിച്ചു പിടിക്കാനുമായിട്ട് 4 രാജ്യങ്ങൾ, ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടനെഗ്രോ തുടങ്ങിയിട്ടുള്ള 4 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടൊരു സംഘടന ഫോം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ബാൾക്കൻ ലീഗ്. അങ്ങനെ ബാൾക്കൻ ലീഗ് ഓട്ടോമൻ ഡൈനാസ്റ്റിയെ തോൽപ്പിക്കുന്നു. അങ്ങനെ ബാൾക്കൻ റീജിയൻ അവർ പിടിച്ചെടുക്കുന്നു. ഓക്കെ, പക്ഷേ എന്തുണ്ടായി കഴിഞ്ഞാൽ ആഫ്റ്റർ ദ വാർ ഇവർ തമ്മിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവുകയാണ്. അതായത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടനെഗ്രോ തുടങ്ങിയ 4 രാജ്യങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, കാരണം വാർ ബെനിഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബാൾക്കൻ ക്രൈസിസ്. ആൻഡ് ദ ലാസ്റ്റ് ആസ് വെൽ ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ, ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെങ്കിലും യുദ്ധം തുടങ്ങാനായിട്ടുള്ള ഒരു സഡൻ റീസൺ എന്ന് പറയുന്നത് അസാസിനേഷൻ ഓഫ് പ്രിൻസ് ഓഫ് ഓസ്ട്രിയ ഹംഗറി. അതായത് ഓസ്ട്രിയ ഹംഗറിയുടെ രാജകുമാരനായിട്ടുള്ള അല്ലെങ്കിൽ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെടുകയാണ്. ഓക്കെ, സെർബിയയിലത്തെ ഒരു യുവാവ്, ഗവേർലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഒരു യുവാവ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അസാസിനേഷൻ ഓഫ് പ്രിൻസ് ഓഫ് ഓസ്ട്രിയ ഹംഗറി. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മേജർ റീസൺസ് ബിഹൈൻഡ് ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, ഒന്ന് കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് among the imperialist nations, second one military alliance, third aggressive nationalism, then imperialist crisis, then assassination of Prince of Austria Hungary. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. Over 10 million people lost their lives and were injured. അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് ഒരു വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഫലം ആൾക്കാരുടെ മരണം, കുറേ പേർക്ക് ജീവനും സ്വത്തിനൊക്കെ അപകടം പറ്റിയിട്ടുണ്ടാവും, അല്ലേ? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർ ഡിസ്ട്രോയിഡ്, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ, ദെൻ ഇക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള രാജ്യങ്ങളുണ്ടായിരുന്ന ഒരു കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. ഓക്കെ, പക്ഷേ വേൾഡ് വാറിന് ശേഷം യൂറോപ്പിൻ്റെ സാമ്പത്തിക ശേഷി വളരെ താഴ്ന്നു. അങ്ങനെ യൂറോപ്പിൽ ഒരു എന്താ പറയുക, ഇക്കണോമിക്കലി അവർ ഡൗൺ ആവാനായിട്ട് തുടങ്ങി. ദെൻ ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ, ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഓക്കെ, യൂറോപ്യന്മാരുടെ കീഴിലുള്ള ഒരുപാട് കോളനികളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള സമരങ്ങൾ, അതായത് ആൻറ്റി കൊളോണിയൽ സ്ട്രൈക്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആയി. ദെൻ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് ലോകത്ത് സമാധാനം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ഓഫ് ദ വാർ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ഫസ്റ്റ് വേൾഡ് വാർ
1918 തീർന്നെങ്കിലും അത് ഒഫീഷ്യലി ആ യുദ്ധത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഒരുപാട് ട്രീറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് 1919. ഓക്കെ, അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട കരാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേജർ കണ്ടീഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദീസ് ട്രീറ്റി ആർ: ജർമ്മൻ കോളനീസ് വർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ്. അതായത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ജർമ്മനിയുടെ കോളനികൾ വീതിച്ചെടുത്തു. അതുപോലെ തന്നെ ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. അതായത് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള നഷ്ടപരിഹാരം, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് കാരണക്കാർ ജർമ്മനിയാണെന്നും അതുകൊണ്ട് തന്നെ ബ്രിട്ടനും ഫ്രാൻസിനും ഒരു വലിയ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട്. ദെൻ ദ അലൈസ് ഓക്യുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട മൈൻസ് എല്ലാം ഇവർ ഏറ്റെടുക്കുന്നു. ആസ് വെൽ ആസ് എബവ് ഓൾ വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതേപോലെ തന്നെ ജർമ്മനിയെ നിരായുധീകരിച്ചു. അതായത് ജർമ്മനിക്ക് ഇനി ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, സോ ഇത്തരം കണ്ടീഷൻസ് ഉൾപ്പെട്ടാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് 1919. ദീസ് ആർ ദ മേജർ കണ്ടീഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് 1919. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിലത്തെ പല രാജ്യങ്ങളിലും ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇറ്റലി ആൻഡ് ജർമ്മനി. ഓക്കെ, അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും ഫോം ചെയ്തിട്ടൊരു ന്യൂ പൊളിറ്റിക്കൽ തോട്ടാണ് ഫാസിസം. ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം. ആൻറ്റഗണിസം ടു ഡെമോക്രസി. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജനാധിപത്യ വിരുദ്ധമാണ്, അഥവാ ജനാധിപത്യത്തെ എതിർക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നാസിസവും ഫാസിസവും. ഓക്കെ, ഓപ്പോസിഷൻ ടു സോഷ്യലിസം. സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള എതിർപ്പ്. ദെൻ ഗ്ലോറിഫൈങ് ദ നേഷൻ. സ്വന്തം രാജ്യത്തെ ഗ്ലോറിഫൈ ചെയ്യാം, സ്വന്തം രാജ്യത്തെ മഹത്വവൽക്കരിക്കുക. അതായത് സ്വന്തം രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റുള്ള രാജ്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഗ്രസീവ് നാഷണലിസം. ഓക്കെ, ദെൻ അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, അഥവാ വംശമഹിമ. അത് ലോകത്തെ ഭരിക്കാൻ അവകാശമുള്ളവർ ആര്യന്മാരാണ്, അവരാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളവർ. അപ്പോൾ ആ രീതിയിൽ വംശീയപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അതായത് ജൂതന്മാരുൾപ്പെടെ മറ്റുള്ള വിഭാഗം ആൾക്കാരെ മുഴുവൻ ഒഴിവാക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക. അതാണ് അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. ദെൻ ജസ്റ്റിഫൈങ് ദ വാർ, യുദ്ധത്തെ ന്യായീകരിക്കുക. അതുപോലെ ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസ്റ്റ്. ഓക്കെ, ജനങ്ങൾക്കിടയിലേക്ക് ഒരു അഗ്രസീവ് നാഷണാലിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുക. ദെൻ ഡൈഫൈങ് ദ പാസ്റ്റ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പുള്ള ഇറ്റലി, ജർമ്മനി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിനെ ഡൈഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുക. ദെൻ ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ, അല്ലേ, അവിടുത്തെ ലിറ്ററേച്ചർ, ആർട്സ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയിലൂടെ ഫാസിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക ഭരണമാണ്. ഓക്കെ, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽറീസ്, അതായത് ഫാസിസ്റ്റ്, നാസിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫാസിസ്റ്റ് ഐഡിയോളജിയുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. മുസോളിനി ആൻഡ് ഫാസിസം. ഓക്കെ, ഇറ്റലിയിൽ ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയാണ് ബെനറ്റോ മുസോളിനി. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. ഓക്കെ, പീസ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയല്ല, വയലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ദെയർ സ്ട്രാറ്റജി വാസ് വയലൻസ് ആൻഡ് ഫെറോസിറ്റി. ആൻഡ് socialist leaders as well as leaders of peasants and workers were proclaimed as enemies of nations. സോഷ്യലിസ്റ്റുകളെയും പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെ ഒക്കെ ലീഡേഴ്സിനെ രാജ്യത്തിൻ്റെ എനിമീസായിട്ട് പ്രൊക്ലെയിം ചെയ്യുക, അതുപോലെ തന്നെ എതിർക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക, കൊന്നുകളയുക. ഓക്കെ, ഇതൊക്കെയാണ് ഇറ്റലിയിൽ ഫാസിസം വളർത്താനായിട്ട് മുസോളിനി ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഇല്ലാതാക്കാനായിട്ട് മുസോളിനി ഫോം ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സാണ് ബ്ലാക്ക് ഷർട്ട്. യൂസിങ് ഹിസ് മിലിറ്ററി ഫോഴ്സ്, ദ ബ്ലാക്ക് ഷർട്ട്സ്, മുസോളിനി സപ്രസ് ദ ഒപ്പോണൻസ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. ഹിറ്റ്ലർ ആൻഡ് നാസിസം. നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. അപ്പോൾ ജർമ്മനിയിലത്തെ റൂളറായിരുന്നു ഹിറ്റ്ലർ. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നാസിസം. ഓക്കെ, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ്, Democrats were executed. Hitler held the Jews responsible for Germany's ruin and humiliation. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ ജൂതന്മാരൊക്കെ രാജ്യത്തിന് ശത്രുക്കളെ പ്രഖ്യാപിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്തു. അതേപോലെ തന്നെയാണ്
ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനി തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അഡോൾഫ് ഹിറ്റ്ലർ ഫോം ചെയ്തിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഹോളോകോസ്റ്റ്. ജൂസ് ഫർ മസാക്കേർഡ് ആൻഡ് മാസ്, അതായത് കൂട്ടക്കൊല ചെയ്യുക, ഇൻ സ്പെഷ്യലി ബിൽഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹോളോകോസ്റ്റ്. ലക്ഷക്കണക്കിന് ജൂതന്മാർക്കാണ് ഈ ഹോളോകോസ്റ്റോടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. A military force called Brown Shirt and a secret police troop called Gestapo were in charge of assaulting and massacring the Jews. ജൂതന്മാരെ പിടിച്ചുകൊണ്ടുവരാനും അവരെ ഇല്ലായ്മ ചെയ്യാനുമായിട്ട് അഡോൾഫ് ഹിറ്റ്ലർ രൂപം നൽകിയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സാണ് ബ്രൗൺ ഷർട്ട്. അതുപോലെ തന്നെ സീക്രട്ട് പോലീസാണ് ഗസ്റ്റപ്പോ. ഓക്കെ, ആൻഡ് ദേ വർ റെസ്പോൺസിബിൾ ഫോർ അസാൾട്ടിങ് ആൻഡ് മസാക്കറിങ് Jews. Hitler projected the purity of Aryan race and argued that Aryan should rule the world. ആര്യന്മാരാണ് ഏറ്റവും മഹത്തരായ ആൾക്കാർ, അവരാണ് ലോകം ഭരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ജർമ്മൻ ജനത ആര്യന്മാരാണെന്നും അവർക്കാണ് ലോകം ഭരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചേർന്നു. ദെൻ ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് നാസി പാർട്ടി വർ ബാൻഡ് ആൻഡ് ട്രേഡ് യൂണിയൻ വർ ഓൾസോ ബാൻഡ്. ഓക്കെ, നാസി പാർട്ടി അല്ലാത്ത ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിക്കുന്നു. ഒപ്പം തന്നെ ട്രേഡ് യൂണിയനുകളും നിരോധിച്ചു. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. നിർബന്ധമായിട്ടും സേനയിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യണം. ദെൻ ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജീസ് ഓഫ് നാസിസം. നാസിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ സിനിമ, റേഡിയോ, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നിവ ഉപയോഗിക്കുന്നു. ദെൻ ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അഗ്രസീവ് പോളിസിയാണ്. കാരണം ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തതോടുകൂടിയാണ് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നത്. ഓക്കെ, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ആൻ ആൾട്ടർനേറ്റീവ് ടു ബൈപോളർ വേൾഡ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് USSR അഥവാ റഷ്യ. ഈ രണ്ട് രാജ്യങ്ങളുടെയും ആശയങ്ങൾ എന്താ പറയുക, ഒത്തുപോകുന്ന ആശയങ്ങളല്ല, വിച്ച് ആർ കോൺട്രാഡിക്റ്ററി. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ പ്രോമിനൻ്റായി നിൽക്കുന്ന ആ ഒരു വേൾഡിനെ വിളിച്ച പേരാണ് ബൈപോളാർ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ രണ്ട് രാജ്യങ്ങളുടെയും കൂടെ നിൽക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഫോം ചെയ്ത സംഘടനയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേര പ്രസ്ഥാനം. അതായത് അമേരിക്കയുടെ കൂടെയോ റഷ്യയുടെ കൂടെയോ നിൽക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. The liberated nation decided not to join any of the blocs and formed non-alignment movement. ഓക്കെ, ഇപ്പോൾ ന്യൂലി ലിബറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ആൻഡ് ദെയർ എയിം വാസ് ടു ഗെറ്റ് അവേ ഫ്രം ദ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. അമേരിക്കയുടെ കീഴിലുള്ള അല്ലെങ്കിൽ അമേരിക്ക ലീഡ് ചെയ്യുന്ന ബ്ലോക്കാണ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. ആൻഡ് ദെൻ റഷ്യ ലീഡ് ചെയ്യുന്ന ബ്ലോക്കാണ് സോഷ്യൽ ബ്ലോക്ക്. അപ്പോൾ ഈ രണ്ട് ബ്ലോക്കിലും ജോയിൻ ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്ത്, മാർഷൽ ടിറ്റോ ഫ്രം യുഗോസ്ലാവിയ ആൻഡ് അഹമ്മദ് സുകർണോ ഫ്രം ഇന്തോനേഷ്യ. അപ്പോൾ ഈ 4 നേതാക്കന്മാർ ചേർന്നാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഫസ്റ്റ് കോൺഫറൻസ് നടക്കുന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് 1961. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് ഫ്രം ഫോക്കസ് ഏരിയ. ഓക്കെ.